ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു കുറച്ചുകൂടെ സൊസൈറ്റിയിലെ ഡീപ്പായിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. എനിക്ക് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, എനിക്ക് കോൾഡാണ് ഭയങ്കര വന്നിട്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ കേട്ടോ, ഈ ടോപ്പിക്ക് ഞാൻ എടുത്ത് സംസാരിക്കാൻ കാര്യം എനിക്കിത് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഞാനത് നിങ്ങളുടെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് മുന്നിൽ ഇങ്ങനെ ഇരിക്കും. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അതും ഇപ്പോൾ ഒരു മാരേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ എന്താണെന്നൊരു പെൺകുട്ടി മാക്സിമം ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് തുടങ്ങുന്നത് ആ ഒരു സമയത്തായിരിക്കും. കുറേ ആൾക്കാരൊക്കെ ചെറുപ്പം തൊട്ടേ ഉണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൂടി നമ്മൾ നമ്മുടെ പാർട്ട്ണറും കൂടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് വന്ന ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ ആ ഒരു സ്ട്രഗിളിൽ കൂടെ അണ്ടർഗോ ചെയ്ത് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ഓരോ ഫാമിലിക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ചിലർക്ക് ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കും, ചിലർക്ക് ഹെൽത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ, ബേബീസൊക്കെ ഉണ്ടാവാനുള്ള പ്രോബ്ലം ഉണ്ടാവാം, അല്ലാതെ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവാം. ചിലവർക്ക് വേറെ പല, അതായത് പഠിത്തം മുടങ്ങിയതിൻ്റെ അങ്ങനെയുള്ള കുറേ പ്രശ്നം ഉണ്ടാവാം. കുറേ പേർക്ക് ജോലി പ്രശ്നം ഉണ്ടാവാം. അതേപോലെ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസും നിറയെ പേർക്ക് ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഈ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന, നമ്മൾ എത്ര ഇൻകം ഉണ്ടായാലും നമുക്ക് മതി വരാത്തൊരു സിറ്റുവേഷൻ എല്ലാവർക്കും ഒരു സ്റ്റേജിൽ ഉണ്ടാവും. ഒരു സ്റ്റക്കായി പോകുന്ന ഒരു സ്റ്റേജ് എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും, ഹെൽപ്പ് ചെയ്യണ്ട, പക്ഷേ ഒരു സഹതാപം എന്നുള്ള പേരിൽ നമ്മളെ വളരെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നതായിട്ടും, അതേപോലെ എല്ലാവരും പല വർത്തമാനത്തിലേക്ക് നമ്മൾ നോർമൽ ടോക്കിൻ്റെ ഇടയിൽ അവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ, അയ്യോ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടായതുകൊണ്ടാവൂലേ ഒന്നും ഫുഡൊന്നും നേരെ കഴിക്കാൻ പറ്റാത്തത്, നിങ്ങൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ശരീരമൊക്കെ ഒന്ന് പുഷ്ടിക്കും. അപ്പം ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ ചില ആൾക്കാർ യൂസ് ചെയ്തത് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള ചില വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. എത്ര പേരത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. കുറ്റമായിട്ട് പറയുന്നതല്ല, പക്ഷെ അത് അഡ്വാൻറ്റേജായിട്ട് എടുത്ത് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ചില ആൾക്കാർ അത് അഡ്വാൻറ്റേജായി എടുത്ത് നമ്മളെ മനഃപൂർവ്വം നമ്മളെ ഒന്ന് കുത്താൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലേ. എല്ലാവരുടെ ലൈഫിലും അങ്ങനൊരു ആളുണ്ടാവും. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അതേപോലെ ഞങ്ങളുടെ ലൈഫിലും ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരോട് നമുക്ക് നേരിട്ട് പോയി പറയേണ്ട നമുക്ക് ആവശ്യമില്ല, എന്നാലും കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് എല്ലാവരും ഒരു സ്റ്റേജിൽ ചവിട്ടുപടികൾ എങ്ങനെയായിരിക്കും അല്ലേ, പലതും ഉണ്ടാവും. അതേപോലെ എല്ലാവരുടെ ലൈഫിൽ എടുത്തു നോക്കിയാൽ ഇപ്പം ഈ പറയുന്ന ആൾക്കാരായാൽ പോലും കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡയമണ്ട് ഫോർ, അതായത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു ഡയമണ്ട് എങ്ങനെ ഉണ്ടാവുന്നത് അല്ലേ. ആദ്യം ഇങ്ങനെ എടുത്ത ഉടനെ കല്ലിങ്ങനെ തിളങ്ങുമോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. ഒരുപാട് പ്രഷറും ഒരുപാട് സ്ട്രെസ്സും എല്ലാം അണ്ടർഗോ ചെയ്ത് ലാസ്റ്റാണ് അത്രയും ഭംഗിയുള്ള ഒരു ഡയമണ്ട് ആയിട്ട് മാറും. അതേപോലെ തന്നെയാണ് എല്ലാവരും. അപ്പോൾ മറ്റുള്ളവരെ അവനവർക്ക് സംഭവിക്കുമ്പോൾ അത് വിഷമം, എന്നാൽ ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഓ അവർക്ക് അങ്ങനെയാണല്ലോ, ആ ഒരു രീതിയിൽ എന്തിനാ ഈ കാണുന്ന ആൾക്കാർ. അതേപോലെ പുച്ഛിക്കുക. എല്ലാവർക്കും ഏത് ജോലിയും അല്ലെ, ഏത് ജോലിയും കണ്ടവൻ്റെ പറമ്പിലോ വീട്ടിലോ കക്കാൻ പോവുകയെ അതാണ് തെറ്റ് അല്ലേ. പോക്കറ്റ് അടിക്കുക അതാണ് തെറ്റ്. അല്ലാതെ നമ്മൾ സ്വയമായിട്ട് ഒരു ബിസിനസ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോബ്, അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാവർക്കും എല്ലാ ജോലിക്കും എല്ലാ വർക്കിനും അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഉണ്ട്, കഷ്ടപ്പാട് ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ജോലിയായാലും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പോയിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ശരി, അതിപ്പോൾ വല്ല സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആക്കാൻ പോകുന്ന ആൾക്കാർക്കായാലും ശരി, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജോലി, അവരുടേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ജോലിയും വളരെ പുച്ഛമായിട്ട് കാണുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആൾക്കാരോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് അല്ലേ. ഇന്നൊരാളെ ചെയ്യുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ല. അവർക്ക് ആ കാര്യം അറിയുന്നതുകൊണ്ടാണ് അവർ ഡോക്ടർ ആവാൻ പറ്റുമോ, നമുക്ക് എല്ലാവർക്കും ആവാൻ പറ്റുമോ ഇല്ല. ഓക്കെ, ലോയർ ആവാൻ പറ്റുമോ ഇല്ല. ഓക്കെ, ഒരു മേസ്തിരി ആവാൻ പറ്റുമോ ഇല്ല. നമുക്ക് ആ കാര്യം അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ല, ഒരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റുമോ, നമുക്ക് വരയ്ക്കാൻ പറ്റുമോ ഇല്ല. അതുപോലെ നമ്മൾ ഏതൊരു ഫീൽഡിലും പുച്ഛിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഈ പറയുന്നത് പല ആൾക്കാരിലേക്കും എത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതേപോലെ ഇന്നൊരു ആള് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യെസ് അവർ സ്ട്രഗിൾ ചെയ്യട്ടെ, അങ്ങനെ കളിയാക്കുകയാണോ വേണ്ടത്, അതോ ഹെൽപ്പ് ചെയ്യണം? ഹെൽപ്പൊന്നും വേണ്ട, ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ളവരെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള വർത്താനങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇത് ഞാൻ പൊതുവേയും പറഞ്ഞതാണ്, ചില ആൾക്കാർ ഉദ്ദേശിച്ചു കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്ന ആൾക്കാരൊക്കെ പുറമെ നിന്നുള്ള ആൾക്കാരാവില്ല, നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മുടെ ഫാമിലീസ്, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും, ഇവരൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് എൻ്റെ മാത്രം കാര്യം മാത്രമല്ല, പൊതുവെ ഒരു യങ് ആയിട്ടുള്ള ഒരു ജനറേഷൻ കപ്പിൾസിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. ഒരു ഏജ് ആകുമ്പോഴേക്കും സ്വന്തമായിട്ട് വീട് വെച്ച് നോക്കണം, അല്ലെങ്കിൽ ഫോറിനിൽ പോകണം, അവിടെ പോയിട്ട് പൈസ ഉണ്ടാക്കി വീട്ടിൽ കഴിച്ചിരിക്കണം, ഗോൾഡ് ഉണ്ടാക്കണം. ഇപ്പോൾ പെങ്ങന്മാരുണ്ടെങ്കിൽ ഗോൾഡ് ഉണ്ടാക്കണം, വീട് കെട്ടണം, കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം, അവരുടെ പ്രസവം കൂട്ടിക്കൊണ്ടുപോലെ എല്ലാം നോക്കണം അല്ലേ. ആണുങ്ങൾക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പെൺകുട്ടികൾക്കായാലും കല്യാണം കഴിച്ച് പോകണം, പുതിയ സാഹചര്യം എല്ലാം പുതിയതാണ്, അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അമ്മായിയമ്മ, അമ്മായിയച്ഛൻ അല്ലേ, നാത്തൂന്, അത് ഇത്, നല്ല ആൾക്കാരുണ്ടാവും, മോശപ്പെട്ട ആൾക്കാരുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഇടപഴകാൻ അറിയണം. അതേപോലെ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകുന്നു, പ്രഗ്നൻസി എന്താണെന്നും കൂടെ അറിയാത്ത ചില ആൾക്കാരെ ഇൻക്ലൂഡിങ് മീ അല്ലേ, പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഡെലിവറിക്ക് ശേഷം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള വലിയൊരു സംഭവത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിപ്രഷനും എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് മെല്ലെ 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 പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. പെൺകുട്ടികളായതുകൊണ്ട് മാത്രം നമ്മൾ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയല്ല. നമുക്ക് പ്രസവിക്കണം, കുട്ടികളെ നോക്കണം, വീട് ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആണുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, കുടുംബം നോക്കണം, കുറേ പ്രാരാബ്ദങ്ങളുണ്ടാവും, അമ്മയും അച്ഛനെയും നോക്കണം, അവർക്ക് ചിലവ് നോക്കണം, നമ്മുടെ ചിലവ് നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആരെയും നമ്മളെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും, അതിപ്പോൾ ആണായാലും ശരി പെണ്ണായാലും ശരി, രണ്ട് പേരും ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഇരിക്കാവും ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ. അല്ലാത്തൊരു ഡിവോഴ്സായിട്ട് പോകും, പറ്റില്ല എന്ന് തോന്നിയാൽ. പക്ഷെ ആ ഒരു ബോണ്ടിങ് ഇല്ലാതാക്കാനായിട്ടും അല്ലെങ്കിൽ അവരെ പരിഹസിക്കാനായിട്ടും പുച്ഛിച്ച് പറയാനായിട്ടും ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റി തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ആ വിഷമമൊന്നുമില്ല, പറയുന്നവർ പറയട്ടെ. കാരണം നമ്മൾ ആരുടെ മുതലും ചോദിക്കാനോ കക്കാനോ പോയിട്ടില്ലല്ലോ അല്ലേ. എല്ലാവരും അധ്വാനിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പം ആ ഒരു അധ്വാനത്തിൻ്റെ മര്യാദയും വിലയും നമ്മൾ കൊടുത്തേ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. ഇത് എത്ര പേര് കേട്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾ പ്രോബ്ലംസ് കാരണം സൂസൈഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ഇതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന കുറേ ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന വേണം. അപ്പം ഞാനിപ്പോൾ എന്ത് മൈൻഡ് സെറ്റിലാന്ന് വെച്ചാൽ നമ്മൾ ഗോ ത്രൂ ചെയ്യണം. നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. ആരും പുറമേ നിന്ന് വന്ന് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആരും വരില്ല. ഇങ്ങനെ പല കാര്യങ്ങളും പറയണമെന്ന് തോന്നി. ഇതൊക്കെ ഫുള്ളായിട്ട് കേട്ടിരുന്ന ആൾക്കാർക്ക് ആദ്യം താങ്ക്സ്. നിങ്ങൾ ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ ഒക്കെ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. അതേപോലെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും അതേപോലെ തന്നെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നല്ലൊരു പൊസിഷനിൽ എത്തുന്നത്. അംബാനി ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബില്യണയർ ആവുന്നില്ലല്ലോ, കോടീശ്വരനായിട്ടില്ലല്ലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ, സ്റ്റെപ്പ് വെച്ചാണ് കയറുന്നത്. അതേപോലെ തന്നെയാണ് ഒരിക്കലും നമ്മുടെ ഹോപ്പ് കൈവിടണ്ട. നമ്മൾ ഒരു വഴി അടയുകയാണെങ്കിൽ അടുത്ത വഴി നമ്മൾ കണ്ടെത്തുക ചെയ്യുന്നത്. അതിപ്പോൾ പല ആൾക്കാരും അയ്യേ നീ ഇതാണോ ചെയ്യുന്നത് അതാണോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനും ചിരിക്കാനും ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ചെയ്യണ്ട എന്നുള്ള രീതിക്കൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടാവും. ഒരിക്കലും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് ഏതാണോ ഇഷ്ടം നമ്മുടെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യുക, നമ്മൾ അത് ധൈര്യമായിട്ട് ചെയ്യുക, തിരിഞ്ഞിങ്ങനെ നോക്കണ്ട. പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക. നല്ലതാണെങ്കിൽ എടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതോ നമ്മളെ കളിയാക്കുന്ന രീതിക്കാണെങ്കിൽ തിരിച്ചങ്ങനെ അതേപോലെ ചിരിച്ചുകൊണ്ട് വരണം. കൊടുത്തിട്ട് ഒരു വർത്താനം അങ്ങോട്ട് പറയാം, കൊടുക്കുക പറഞ്ഞാൽ ഒരു വർത്താനം അങ്ങോട്ട് പറഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്യുക, അത്രയും. അല്ലെങ്കിൽ മൈൻഡ് ചെയ്യണ്ട.
കേൾക്കാത്ത പോലെ ജസ്റ്റ് ലീവ് ഇറ്റ്, അത് ലീവ് ചെയ്യാം. ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇഷ്ടമായോന്നും എനിക്കറിയില്ല. ഓക്കെ, ബൈ.